Hey students, welcome back to Mathematicos. So chapter 1 real numbers-ന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അതുപോലെ തന്നെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ക്ലാസ്സസൊക്കെ മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് എൻഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് തിയറം 1.1 ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഓക്കെ, സോ ചാപ്റ്റർ 1-ലെ ഫസ്റ്റ് തിയറം ആയതുകൊണ്ടാണ് നമ്മൾ തിയറം 1.1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് നോക്കാം കേട്ടോ. Every composite number can be expressed or factorized as a product of primes, and this factorization is unique apart from the order in which the prime factors occur. സോ ഇങ്ങനെ ഡയറക്റ്റ് ഇത് വായിച്ചു വിടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാവേ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണ് ഒരു പ്രൈം ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പർ അല്ലെങ്കിൽ എന്താണ് ഒരു കോമ്പോസിറ്റ് നമ്പർ എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. സോ അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പർ എന്തായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു നമ്പറിന് ആ നമ്പറും നമ്പർ 1 അല്ലാണ്ട് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രൈം നമ്പർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. നോക്കിക്കേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ 3ക്ക് ഫാക്ടേഴ്സൊക്കെ ആയിട്ട് ആരൊക്കെയാണ് വരുന്നത്? 1ഉം അതുപോലെ തന്നെ 3യും മാത്രമേ വരുന്നുള്ളൂ. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്പർ 5 അല്ലേ. നമ്പർ 5ന് ഫാക്ടേഴ്സൊക്കെ ആയിട്ട് ആരൊക്കെയാണ് വരുന്നത്? 1ഉം അതുപോലെ തന്നെ 5ഉം. സോ ഏതൊക്കെ നമ്പേഴ്സിന് ആ പെർട്ടിക്കുലർ നമ്പറും അതുപോലെ തന്നെ 1ഉം മാത്രമായിട്ട് ഫാക്ടേഴ്സായിട്ട് വരുന്നു അതിനെ നമ്മൾ പ്രൈം നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി കോമ്പോസിറ്റ് നമ്പർ എന്തായിരുന്നു? കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 2ൽ അധികം ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ 6. ഓക്കെ, 6ന് ആരൊക്കെ ഫാക്ടേഴ്സായിട്ട് വരും? 1 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. സോ 2ലധികം ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിന് നമ്മൾ എന്തെന്ന് പറയും? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ആ തിയറം ഒന്നും കൂടെ നോക്കാവേ. നോക്കിക്കേ, എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. അതായത് ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും നമുക്ക് ആ പെർട്ടിക്കുലർ നമ്പറിനെ പ്രൈം നമ്പറുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കിക്കേ, ഇപ്പം ഞാൻ പറഞ്ഞു 6 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ 6 എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പറിനെ 2 and 3 എന്ന് പറഞ്ഞ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നു. സോ ഇതാണോ ആ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നതെന്നുള്ളത് നോക്കണേ കറക്റ്റായിട്ട്. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഫാക്ടറൈസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ശരിയല്ലേ? നോക്കിക്കേ, 6 എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് 2 and 3 എന്ന് പറഞ്ഞ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. നോക്കിക്കേ, and this factorization is unique apart from the order in which the prime factors occur. ഈ ഫാക്ടറൈസേഷൻ യുണീക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ കാര്യം നോക്കാം. സോ ഈ 2 × 3 ചെയ്താൽ 6 എന്ന് പറഞ്ഞ നമ്പർ അല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും നമ്പർ കിട്ടുമോ? ഇല്ല. അതായത് ഈ 2 × 3 എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 6 എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പറിന് മാത്രമുള്ളതാണ്. മനസ്സിലായോ? അതായത് നമ്മൾ 2 × 3 ഈ ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് 6 തന്നെ കിട്ടുകയുള്ളൂ. ആൻഡ് ഈ തിയറത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ നോക്കിക്കേ, എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ. ഇപ്പം ഞാൻ ഈ 6നെ 2 × 3 എന്ന് എഴുതിയല്ലേ. സോ എനിക്കത് ഇങ്ങനെ എഴുതാം, 3 × 2. പക്ഷേ ഇത് പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ 2 പ്രൈം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
6 തന്നെ കിട്ടത്തുള്ളൂ. അതായത് ഈ പ്രൈം നമ്പേഴ്സ് അതിപ്പോൾ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതി എന്ന് പറഞ്ഞാലും എന്താണ് ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 and 3 യൂസ് ചെയ്തിട്ട് ഇവിടെ കിടക്കുന്ന ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 6 എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പറിൻ്റെ മാത്രമാണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പറിൻ്റെ മാത്രമായിരിക്കും. സോ ദാറ്റ് ഈസ് ദ തിയറം. ഓക്കെ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഫാക്ടറൈസ്ഡ് as a product of primes, and this factorization is unique apart from the order in which the prime factors occur. ഓക്കെ, അപ്പോൾ ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും എന്താണ് നമുക്ക് അതിനെ രണ്ട് പ്രൈം നമ്പറുകളുടെ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ പ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പറിന് യുണീക്കാണ് എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ. ആ പ്രൈം ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സിനെ നമ്മൾ ഏത് ഓർഡറിൽ എഴുതിയാലും ശരി ആ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പോസിറ്റ് നമ്പറിന് യുണീക്കായിട്ടുള്ളതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 6 എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പർ വെച്ചിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 6 എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പറിനെ 2 and 3 എന്ന് പറഞ്ഞ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് ഈ ഫാക്ടറൈസേഷൻ 2 into 3 ഇങ്ങനെയുള്ള ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 6 എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പറിൻ്റെ മാത്രം യൂണീക്ക് ആയിട്ടുള്ള ഫാക്ടറൈസേഷൻ ആണ് എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം നമ്പേഴ്സ് ഓർ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ. അതായത് 2 into 3 എന്ന് എഴുതിയാലും 3 into 2 എന്ന് എഴുതിയാലും എന്താണ് ആ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദ കോമ്പോസിറ്റ് നമ്പർ 6. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. തിയറം 1.1 ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഓക്കെ, അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിന് ആക്ച്വലി കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ചെറിയ ക്ലാസ്സസിൽ രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ HCFും LCMും ഒക്കെ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് HCFും LCMും ഒക്കെ കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ആക്ച്വലി നമ്മൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് തന്നെയാണ്. നമ്മൾ തിയറത്തിൽ പഠിച്ചതുപോലെ എന്താണ് ഒരു കോമ്പോസിറ്റ് നമ്പറിനെ എന്താണ് നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റുകളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ സോ നമുക്ക് രണ്ട് നമ്പേഴ്സ് വന്നിട്ട് HCF ആൻഡ് LCM കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്തുകൊണ്ടിരുന്നത് ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടാണ് HCFും LCMും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. നമ്മൾ ചെറിയ ക്ലാസ്സസിൽ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, ആൻഡ് ഈ 10th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് HCFും LCMും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള ടെക്നിക്ക് നമുക്ക് നോക്കാം കേട്ടോ. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 6 and 20 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 6 and 20 എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സിൻ്റെ HCFും LCMും കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം HCF കണ്ടുപിടിക്കാം. HCF കേട്ടോ 6 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു, 2 കൊണ്ട് ചെയ്യാം 3 വരും, ദെൻ അഗെയിൻ വിത്ത് 3 1 വരും. സോ 6നെ നമുക്ക് എങ്ങനെ എഴുതാം 2 into 3 എന്ന് എഴുതാം അല്ലേ. ആൻഡ് നമ്പർ 20 ആണ് നെക്സ്റ്റ്. 2 കൊണ്ട് ചെയ്യാം 10 വരും, അഗെയിൻ 2 കൊണ്ട് ചെയ്യാം 5 വരും, 5 കൊണ്ട് ചെയ്യാം 1 വരും. കറക്റ്റ് അല്ലേ. സോ 20നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് 2 into 5 എന്ന് എഴുതി, ശരിയല്ലേ. ഇനി ഇതിനകത്ത് HCF കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഈ 6ലെയും 20നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതിയപ്പം അതിൽ കോമൺ ആയിട്ട് വന്ന ഫാക്ടർ ആരാണ് 2. സോ ഇവിടുത്തെ HCF എന്താണ് 2. കണ്ടോ HCF 2 ആണ്. സോ നെക്സ്റ്റ് നമുക്കിതിൻ്റെ LCM കാണാം കേട്ടോ. LCM ഓഫ് 6 and 20 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 6ഉം 20 നമ്മൾ എഴുതുകയാണ്. നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യാം, ഇവിടെ 3 ആകും 10 ആകും. അഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്യാം, ഇവിടെ 3 അതുപോലെ തന്നെ, ദെൻ 5 ആകും. അഗെയിൻ നമുക്ക് 3 കൊണ്ട് ചെയ്യാം, ഇവിടെ 1 ആകും,
ദെൻ അഗെയിൻ 5 കിടക്കുന്നു ആൻഡ് 5 കൊണ്ട് ചെയ്യാം 1 വരുന്നു ആൻഡ് അഗെയിൻ 1. ഓക്കെ, സോ ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? LCM ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5, ദാറ്റ് ഈസ് 4 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 60. സോ ഇതാണ് നമ്മൾ പണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സസിൽ HCF ആൻഡ് LCM കണ്ടുപിടിക്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഈ 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, HCFും LCMും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. സോ ആ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു HCFും LCMും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ 2 ഫോർമുലാസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സോ HCF ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ് ആൻഡ് LCM എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. സോ ഇത് വെറുതെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മൾ നേരത്തെ ചെയ്ത കേസ് ഉണ്ടല്ലോ 6 and 20. സോ അത് വെച്ചിട്ട് തന്നെ, ആ പ്രോബ്ലം വെച്ചിട്ട് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാം കേട്ടോ. നോക്കിക്കോണേ. സോ 6 and 20 നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് HCFും LCMും കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. 6നെ നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു, ദെൻ വി വിൽ ഗെറ്റ് 3, ദെൻ അഗെയിൻ 3 കൊണ്ട് ചെയ്യുന്നു, 1 വന്നു. ആൻഡ് 20നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു, 2 കൊണ്ട് ചെയ്യുന്നു, 10 വരുന്നു, ദെൻ 2 കൊണ്ട് ചെയ്യുന്നു, 5, ദെൻ വിത്ത് 5 1. ഓക്കെ, ശ്രദ്ധിച്ചോളാം. ഇവിടെ 6നെ നമ്മൾ 6 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 എന്ന് എഴുതി. ആൻഡ് 20നെ നമുക്ക് എന്തെഴുതാം? 2 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ. ഈ 2 ഇൻറ്റു 3 അല്ലേ, 6 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3നെ എനിക്ക് എന്താണ് 2 raised to 1 ഇൻറ്റു 3 raised to 1 എന്ന് എഴുതാം. ശരിയല്ലേ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ആൻഡ് 20 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് 2 raised to 2 അല്ലെങ്കിൽ 2 square ഇൻറ്റു 5 raised to 1 എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൽ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചേക്കാണ്, ഇതിനെ 6നെയും 20നെയും. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ HCF എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ HCF കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. സോ ഈ 6 and 20 ഈ തന്നിരിക്കുന്ന 2 നമ്പേഴ്സിൽ വരുന്ന കോമൺ ഫാക്ടർ ആരാണ്? നോക്കിക്കേ, 2 ആണല്ലേ. സോ HCF എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞേ? ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ, പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ എന്നാണ്. ഈ ഒരു കേസിൽ നമുക്ക് 2 മാത്രമേ ആകെ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. സോ അതിൻ്റെ ലോവസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് പവർ ആരാണ്? 2 raised to 1 ആണ് അല്ലേ. സോ അപ്പം ഈ ഒരു കേസിൽ HCF എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് LCM എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. LCM കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കിക്കേ. പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ദ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. ഈ 2 നമ്പേഴ്സ് അല്ലേ 6 and 20ൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവറുകളുടെ പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കേ, LCM ഈസ് ഈക്വൽ ടു 2 ഫാക്ടറായിട്ട് പ്രൈം ഫാക്ടറായിട്ട് കിടപ്പുണ്ട് അല്ലേ. അതിൻ്റെ ഹയസ്റ്റ് പവറിൽ കിടക്കുന്നത് ആരാണ്? 2 raised to 2, കറക്റ്റ് അല്ലേ. ഇൻറ്റു ദെൻ 3 പ്രൈം ഫാക്ടറായിട്ട് കിടക്കുന്നുണ്ട്, 3 raised to 1 ആണ് വരുന്നത്. 3 raised to 1 ഇൻറ്റു പിന്നെ ആരോ ഉള്ളത് 5 raised to 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 square അല്ലെങ്കിൽ 2 raised to 2 എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു 15. 3 into 5 15 ആണല്ലോ. സോ 4 into 15 ഈസ് ഈക്വൽ ടു 60. ദാറ്റ് ഈസ് ദ LCM. LCM എങ്ങനെ കണ്ടുപിടിച്ചു നോക്കി? പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. അതായത് നമ്മൾ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 2നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പം അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ പ്രൈം നമ്പറുകൾ വന്നോ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ കൊണ്ട്
ഗ്രേറ്റസ്റ്റ് പവറിലുള്ള ആ പ്രൈം നമ്പേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ HCFും LCMും കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കൊരു എക്സാമ്പിളോട് ചെയ്യാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് എടുക്കാവുന്ന ഒരു എക്സാമ്പിൾ 20 and 40 ചെയ്ത് നോക്കാം. 20 and 40. സോ 20നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണേ. 20 2 കൊണ്ട് ചെയ്യാം. 10 then again with 2 5 കൊണ്ട് ചെയ്യാം. 1. ഓക്കെ അല്ലേ? ആൻഡ് ഈ 40നെ നമുക്ക് ചെയ്യാം. 42 20 2 10 2 കൊണ്ട് ചെയ്യാം. then again 5 1. ഓക്കെ, ഈ 20 and 40നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കാണിക്കാവേ. 20 is equal to 2 into 2 into 5 which is equal to 2 raised to 2 into 5 raised to 1 എന്ന് ഞാൻ എഴുതാണ്. ഓക്കെ അല്ലേ? ആൻഡ് 40നെ എങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു? 2 into 2 into 2 into 5 which is equal to 2 raised to 3 into 5 raised to 1. ഇത്ര എഴുതി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ദെൻ നമുക്ക് ആ ഫോർമുല ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. സോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നോക്കിക്കോണം. HCF കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. സോ ഈ 20 and 40ൽ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ വരുന്ന കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കിക്കേ. 2 ഉണ്ട് അല്ലേ, കോമൺ ഫാക്ടറാണ്. 5ഉം കോമൺ ഫാക്ടറാണ്. ഓക്കെ അല്ലേ? സോ HCF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into 5. കംപ്ലീറ്റ് ആയോ? ഇല്ല, 2 കോമൺ ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്മോളസ്റ്റ് പവറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പം ഇവിടെ 2 raised to 2ഉം 2 raised to 3ഉം ആണുള്ളത്. അപ്പോൾ ഇതിൽ സ്മോളസ്റ്റ് പവർ വരുന്നത് ഏതാണ്? 2 raised to 2. ആൻഡ് 5 കോമൺ ആയിട്ട് രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്മോളസ്റ്റ് പവർ വരുന്നത് എന്താണ്? 5 raised to 1 തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2 raised to 2 എന്ന് പറയുന്നത് 4 into 5 ഈസ് ഈക്വൽ ടു 20. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ തന്നിരിക്കുന്ന 2 നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് LCM കണ്ടുപിടിക്കാമല്ലോ. LCM എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. സോ ഈ 2 കേസസിൽ നമുക്ക് വന്നിരിക്കുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2ഉം അതുപോലെ തന്നെ എന്താണ്? 5ഉം. സോ എന്തിൻ്റെ പ്രൊഡക്റ്റാണ് കാണേണ്ടത്? പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം 2വിൻ്റെ കേസിൽ ഇവിടെ ഗ്രേറ്റസ്റ്റ് പവർ വരുന്നത് ഏതിനാണ്? 2 raised to 3ക്കാണ്. അപ്പോൾ 2 raised to 3 ഇൻറ്റു 5 ഇവിടെ എന്താണ് വരുന്നൊരു പ്രൈം ഫാക്ടറാണ് അല്ലേ. 2 നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്നൊരു പ്രൈം ഫാക്ടറാണ് 5 എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ആരാണ്? 5 raised to 1 ആണ്. 2 കേസിലും 5 raised to 1 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 raised to 3 ഇൻറ്റു 5 raised to 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 raised to 3 എന്ന് പറയുന്നത് എന്താണ്? 8 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 40. ഇതാണ് ഏത് 20 and 40യുടെ LCM എന്ന് പറയുന്നതും. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. അതായത് മെയിനായിട്ട് HCFും LCMും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ അല്ലേ? സോ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. സോ ഡെഫിനറ്റ് ആയിട്ട് അതിന് നമ്മൾ റിപ്ലൈ ഇടുന്നതായിരിക്കും. ആൻഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ ക്ലാസ്സസ്.